ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ലോകമിന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. യുദ്ധത്തിൻ്റെ ഭീകരത പലരെയും വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. ഇന്ന് കിടന്നുറങ്ങുന്ന നമ്മളൊക്കെ നാളെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത അവസ്ഥ. ഓരോ പ്രഭാതവും പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ സാഹചര്യത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുക എന്നതു മാത്രമാണ്. തീവ്രവാദങ്ങൾ ഇല്ലാതാകുവാനും യുദ്ധങ്ങളും ദുരിതങ്ങളും അവസാനിക്കുവാനും ലോകത്ത് സമാധാനമുണ്ടാകുവാനും നമുക്കൊരുമിച്ച് കൈകൾ കോർത്ത് പ്രാർത്ഥിക്കാം. യുദ്ധത്തിൻ്റെ ഈ ദിനങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന തന്നെയാണിത്. ആംസ്റ്റർഡാമിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. ലോകസമാധാനത്തിനായി, യുദ്ധങ്ങൾ അവസാനിക്കാനായി ഇതിലും നല്ലൊരു പ്രാർത്ഥന ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രാർത്ഥന നമുക്ക് ഉരുവിടാം. കർത്താവായ യേശുക്രിസ്തുവേ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മികാധപതനം, ദുരന്തങ്ങൾ, യുദ്ധം, ഈ കൂടെ ഞാൻ 2 വാക്കുകൾ കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്: പകർച്ചവ്യാധികൾ, പ്രകൃതി ക്ഷോഭങ്ങൾ, ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവ ജനപദങ്ങളുടെയും നാഥിയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ മധ്യസ്ഥയായിരിക്കട്ടെ. ആമേൻ. ലോകസമാധാനത്തിനായിട്ട് ഈ കൊച്ചു പ്രാർത്ഥന ദിവസത്തിൽ പലതവണ നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. ക്രൂശിത രൂപത്തിനു മുന്നിൽ പരിശുദ്ധ ദൈവമാതാവിനൊപ്പം നിൽക്കുകയായിരുന്നു ഐഡ പീർഡമാൻ എന്ന യുവതി. ആ സമയത്ത് താൻ പറയുന്നത് ആവർത്തിക്കാൻ മാതാവ് ഐഡയോട് പറഞ്ഞു. നാളുകളായി അവർ മാതാവിൻ്റെ ദർശനം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും ആ സമയത്ത് പരിശുദ്ധ മാതാവ് പതിവിലേറെ ചൈതന്യവതിയും അസാമാന്യ അഴകുള്ളവളുമായാണ് കാണപ്പെട്ടത്. ആ ദിവ്യ ദർശനം കണ്ടപ്പോൾ എന്തായിരിക്കും തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഐഡ ചിന്തിച്ചു പോയി. ആ സമയം മാതാവ് ഇപ്രകാരം പറയാൻ തുടങ്ങി. ഐഡയ്ക്ക് മാതാവ് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥനയാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ ആ പ്രാർത്ഥന. കർത്താവായ യേശുക്രിസ്തുവേ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മികാധപതനം, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവ ജനപദങ്ങളുടെയും നാഥിയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ മധ്യസ്ഥയായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ മാതാവ് ഇപ്രകാരം ഉരുവിട്ടപ്പോഴത്തെ ചില പ്രത്യേകതകൾ ഐഡായുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ എന്ന വാക്കിനും ജനപദങ്ങളുടെയും എന്നതിനു മുമ്പ് വരുന്ന എല്ലാ എന്ന വാക്കിനും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടാണ് മാതാവ് അപ്രകാരം പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഭയഭക്തിയോടെയും അതിമനോഹരമായും ആമേൻ എന്നും മാതാവ് ഉരുവിട്ടു. ആ സമയം തന്നെ ആ പ്രാർത്ഥന ഐഡായുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. 1951 ഫെബ്രുവരി 11 ഈ സംഭവം. നെതർലാൻഡിലെ ആംസ്റ്റർഡാം സ്വദേശിയായിരുന്ന ഐഡയാണ് ഈ പ്രാർത്ഥന സ്വീകരിച്ചത്. 1945 മുതൽ 1959 വരെ ഐഡ സ്വീകരിച്ച മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ ആംസ്റ്റർഡാം പ്രത്യക്ഷീകരണങ്ങൾ എന്നറിയപ്പെടുന്നു. സകല ജനപദങ്ങളുടെ നാഥ എന്ന പേരിലാണ് ഇവിടെ പരിശുദ്ധ അമ്മ വിളിക്കപ്പെടുന്നത്. അന്ന് നൽകിയ സന്ദേശത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിനെക്കുറിച്ച് മാതാവ് ഇപ്രകാരം പറഞ്ഞു: ഇത് വളരെ ലളിതമാണ്. എല്ലാവർക്കും ക്രൂശിത രൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവരവരുടെ ഭാഷയിൽ ഇത് ചൊല്ലാൻ സാധിക്കും. ക്രൂശിത രൂപമില്ലെങ്കിൽ തനിയെ ചൊല്ലാം. ദുരന്തങ്ങളും യുദ്ധങ്ങളും ധാർമ്മികാധപതനവും ഈ പ്രാർത്ഥനയിലൂടെ ഒഴിവായി പോകുമെന്ന് മാതാവ് വെളിപ്പെടുത്തി. ആത്മീയ സങ്കീർണതകൾ നീങ്ങാനും ഇത് സഹായകമാണ്. ഇപ്പോഴും ഈ ലോകത്തിൻ്റെ രാജകുമാരനായിരിക്കുന്ന സാത്താൻ തനിക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നും സാത്താൻ്റെ ഈ ലോകത്തിനെതിരായി പരിശുദ്ധാരൂപി എല്ലാവരുടെയും മേൽ വരണമെന്നും മാതാവ് വ്യക്തമാക്കുകയായിരുന്നു തൻ്റെ സന്ദേശത്തിലൂടെ. ഈ പ്രാർത്ഥന പ്രചരിപ്പിക്കപ്പെടുമെന്നും പ്രചാരകർക്ക് തൻ്റെ സഹായം ലഭിക്കുമെന്നും ദിവ്യമാതാവ് പിന്നീട് ദർശനങ്ങളിൽ അറിയിച്ചു. പരിശുദ്ധ അമ്മയുടെ ഈ വാക്കുകളെ
നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടി എല്ലാവരുടെയും അധരങ്ങളിൽ നിന്ന് ഇന്നു മുതൽ ഈ പ്രാർത്ഥന ഉയരട്ടെ.